സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ച് സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി എറണാകുളം MVDയുടെ നേതൃത്വത്തിൽ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി. സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാഹനത്തിൽ തീപിടുത്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ച് സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് ക്ലാസ് നൽകി. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ലക്ഷ്യം. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത നിബന്ധനകളും നിർദ്ദേശങ്ങളുമാണ് മുന്നോട്ട് വെക്കുന്നത്. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ വെള്ളപ്രതലത്തിൽ നീലാക്ഷരത്തിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന ബോർഡ് പ്രദർശിപ്പിക്കണമെന്നാണ് അറിയിപ്പ്. സ്കൂൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഏത് വാഹനമാണ് ഓടിക്കുന്നത് ആ വാഹനത്തിൽ 10 വർഷം പരിചയം വേണമെന്നും സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ വെള്ള ഷർട്ടും കറുപ്പ് കളർ പാന്റും കൂടാതെ ഐഡന്റിറ്റി കാർഡും ധരിച്ചിരിക്കണമെന്നും കുട്ടികളെ കൊണ്ടുപോകുന്ന മറ്റു പബ്ലിക് സർവീസ് വാഹനത്തിൽ ഡ്രൈവർ കാക്കി കളർ യൂണിഫോം ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സ്കൂൾ വാഹനങ്ങൾ, അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങൾ, അത്തരത്തിലുള്ള വാഹനങ്ങളുടെ പരിശോധനയാണ് പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചയാണ് ഞങ്ങളത് നടത്തി വരുന്നത്. ഇതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ തന്നെ കുറേ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനി സ്കൂൾ തുറക്കുന്ന സമയത്തും അതെല്ലാം റോഡിലും പരിശോധന നടത്തി അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്നുള്ള പരിശോധനകൾ കൂടുതലായിട്ടുണ്ടാവും. സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തന്നെ MVDയുടെ നേതൃത്വത്തിൽ പരിശോധനയും വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കും ബോധവൽക്കരണ ക്ലാസും എടുത്തുവരികയായിരുന്നു. വെറ്റിലമുറുക്ക്, ലഹരി വസ്തുക്കൾ ചവയ്ക്കൽ, മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങളുള്ളവരെ യാതൊരു കാരണവശാലും വാഹനങ്ങളിൽ ഡ്രൈവറായി സ്കൂളുകളിൽ നിയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപന മേലധികാരികളും നോഡൽ ഓഫീസറും എല്ലാ മാസവും വാഹനങ്ങളുടെ പ്രാഥമിക പരിശോധന നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഫിറ്റ്നസ് ലഭിക്കാതെ ഓടുന്ന വാഹനങ്ങൾക്കെതിരെയും കുട്ടികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.